ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പല്ല് ഡോക്ടറെ കാണാൻ പോവാണ്. ഞാനിപ്പോൾ ഏകദേശം 1 year ആയിട്ട് ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത് ഊരെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോണത്. ഞാൻ പല്ലൊന്നും എടുക്കാതെയാണ് ഞാൻ ബ്രേസസ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലിയ പൊങ്ങലില്ലായിരുന്നു, കുറച്ച് പൊങ്ങലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പല്ല് താഴ്ത്തി നല്ലോണം ഉള്ളിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പല്ല് എടുക്കാണ്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം അത്യാവശ്യം താഴ്ന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോയി നോക്കുകയാണ്. ലെറ്റ്സ് സീ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പക്ഷെ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് മിഠായി മസ്റ്റാണ്, എനിക്ക് സച്ചൂരും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. പിന്നെ വെയിറ്റിംഗ് ടൈമാണ്. ടോക്കൺ എടുത്ത് നമ്മളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലിപ്പ് ഊരിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ പല്ലിൻ്റെ അവസ്ഥ. അപ്പം അത്യാവശ്യം താഴ്ന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എടുക്കുമായിരിക്കും അല്ലേ? അതേ ഗായ്സ്, എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് എടുത്തു. അപ്പോൾ എടുത്തപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു പുതിയ ആളെ പോലെ തോന്നി. കാരണം ഒരു കൊല്ലമായില്ലേ ആ ക്ലിപ്പ് നമ്മുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല ചേഞ്ച് തോന്നി. പിന്നെ കണ്ട് നമുക്ക് ശീലം. പിന്നെ എനിക്ക് വായിൽ എന്തോ ഒരു സാധനം മിസ്സിങ് ആയ പോലെ ആയിരുന്നു. ഞാൻ കുറേ നേരം കണ്ണാടിയൊക്കെ നോക്കി കുറേ ഗോഷ്ടികൾ കാട്ടായിരുന്നു. കാരണം പെട്ടെന്ന് എന്തോ വായിൽ നിന്ന് ഇങ്ങനെ മിസ്സായ പോലെ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതിന് യൂസ് ടു ആയി. പിന്നെ അതിനുശേഷം നമ്മുടെ പല്ലിൻ്റെ മുകളിലുള്ള പശയൊക്കെ അവർ ക്ലീൻ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പോളിഷൊക്കെ ചെയ്തു. അപ്പോൾ ആ പരിപാടികൾക്കൊക്കെ ശേഷം നമുക്ക് ഒറ്റ കമ്പി ഇടണമല്ലോ ഇനി. അപ്പം അതിനുള്ള അളവ് എടുക്കാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒറ്റ കമ്പി ഇടാൻ വേണ്ടി. നമ്മുടെ പല്ലിൻ്റെ അളവ് എടുക്കുമ്പോൾ ഒരു പേസ്റ്റ് കൊടുത്ത് നമ്മുടെ വായിൽ വയ്ക്കും. അതിൻ്റെ ആ ടേസ്റ്റ് ആലോചിച്ച് ഞാനിങ്ങനെ മടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് എടുത്തു കഴിയുമ്പോൾ ഞാൻ 1 വയസ്സിലെ കുട്ടി ചോറുണ്ട പോലെ ആയിപ്പോയി എൻ്റെ മുഖമെല്ലാം കൂടെ. അതിനുശേഷം എല്ലാം കഴിഞ്ഞു, അളവൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.